മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുനിമിഷം ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വാഴ്ത്തപ്പെട്ട എലിസബത്ത് പറയുന്നു, ഒരു മാലാഹിയുടെ നൈർമല്യത്തോടുകൂടി എന്നതിനേക്കാൾ ക്രൂശിതനായ ഈശോയായി രൂപാന്തരപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇന്ന് ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ളൊരു നേഴ്സ് താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ സ്നേഹത്തെപ്പറ്റി നമ്മോട് പറയുമ്പോൾ നമുക്കും ഈശോയുമായി കൂടുതൽ രൂപാന്തരപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ കൊറോന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനം, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. എൻ്റെ പേര് റാണി സാവിയോ. ഞാൻ ഖത്തറിൽ നഴ്സായി ജോലി ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ലോകം മുഴുവൻ കൊറോണ മഹാമാരിയിൽ നിന്നും സംരക്ഷണം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൊറോണയിൽ നിന്നുകൊണ്ട് കർത്താവായ ഈശോ നൽകിയ സൗഖ്യവും സംരക്ഷണവും ദൈവാനുഭവവും പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മേജർ സർജറിയുടെ ഫലമായി എൻ്റെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരുന്നതിനാൽ ഞാൻ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയും ഖത്തറിൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ധാരാളം കോവിഡ് പേഷ്യൻസുമായി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജീവിത പങ്കാളിയുടെ നെറ്റിയിൽ ഹന്നാൻ വെള്ളം ഉപയോഗിച്ച് കുരിശടയാളം വരച്ച് യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുമായിരുന്നു. അനേകം സ്റ്റാഫിന് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായെങ്കിലും കർത്താവിൻ്റെ കരുണയാൽ ഹസ്ബൻഡ് ഇൻഫെക്ഷൻ കിട്ടാതെ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നഴ്സസ് മിനിസ്ട്രി ഫെലോഷിപ്പിലെ വചന ശുശ്രൂഷയിൽ എല്ലാവരും ഭയത്തോടും ഉത്കണ്ഠയോടും കൂടി നേരിട്ടുകൊണ്ടിരുന്ന കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ, അതുമായി ബന്ധപ്പെട്ട ക്വാറൻറ്റൈൻ, ഐസൊലേഷൻ എന്നീ സാഹചര്യങ്ങളിൽ ഓരോ നഴ്സിൻ്റെയും വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഓരോ നഴ്സിൽ നിന്നും ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു. അതോടൊപ്പം വിശുദ്ധ പൗലോസ്ലീഹായുടെ ശുശ്രൂഷാ ജീവിതത്തെ ആസ്പദമാക്കി ഐസൊലേഷൻ കാലഘട്ടങ്ങൾ ദൈവിക വെളിപാടുകളുടെയും ദൈവാനുഭവത്തിൻ്റെയും അവസരങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ വചന ശുശ്രൂഷയിലൂടെ ലഭിച്ച ബോധ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ഞാൻ വളരെ ആഗ്രഹത്തോടെ ഈശോയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിൻ്റെ ഹിതമെങ്കിൽ എനിക്കും 2 ആഴ്ച ക്വാറൻറ്റൈൻ അനുവദിച്ചു തരണം. ഈശോയുടെ കൂടെ ഇരുന്ന് കുറച്ച് ദിവസം എല്ലാ തിരക്കുകളിൽ നിന്നും മാറി കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും സാധിക്കുമല്ലോ. എനിക്ക് കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ വന്നുകൊള്ളട്ടെ. ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന ഈ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹസ്ബൻഡിന് കോവിഡ് സിംറ്റംസ് തുടങ്ങി.
കോവിഡ് ടെസ്റ്റ് പോസിറ്റീവായി. അതേ തുടർന്ന് ഞാനും പോസിറ്റീവായി. എൻ്റെ മനസ്സിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതിൽ വലിയ സന്തോഷമായി. ഞാനും ജീവിത പങ്കാളിയും ഹോട്ടലിലേക്ക് ക്വാറൻറ്റൈനിലേക്ക് മാറി. മക്കൾ 2 പേരും വീട്ടിൽ തനിച്ചായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ശക്തമായ പനിയും ചുമയും തുടങ്ങി. എന്നെ ഹോട്ടലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ക്വാറൻറ്റൈനിലേക്ക് മാറ്റി. മരുന്നുകളൊക്കെ തുടങ്ങിയെങ്കിലും എനിക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരുന്നതിനാൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ശാരീരികമായി വളരെ അസ്വസ്ഥതകളായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നതുപോലെ ആ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിന് വലിയ ഭാരവും വിഷമമൊക്കെ ആയി. കയ്യിലൊരു ജപമാലയും ബൈബിളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും നഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിലെ ദൈവകൃപയിൽ നിറഞ്ഞ ഒരു വ്യക്തി എനിക്ക് വേണ്ടി ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ മകളോട് വളരെ സങ്കടത്തോടെ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനോ ഒരു ജപമാല പോലും ചൊല്ലാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ആ മകൾ എന്നോട് പറഞ്ഞു, റാണി, നീ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നീ കുറേ പ്രാർത്ഥിച്ചിട്ടൊക്കെയുണ്ട്, അത് മതി. ശാന്തമായി അവിടെ കിടന്ന് എല്ലാ സഹനങ്ങളും ഈശോയ്ക്ക് കാഴ്ചവെച്ചു കൊണ്ടിരുന്നാൽ മതിയെന്ന് ഇങ്ങനെയും കൂടി കൂട്ടിച്ചേർത്തു. ഞാൻ ഇതിനു മുമ്പ് ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ വായിൽ ഇങ്ങനെയൊരു വാക്ക് ആദ്യമായിട്ടാണ് വരുന്നതെന്ന്. ആ മകളിലൂടെ പരിശുദ്ധാത്മാവാണ് എന്നോട് സംസാരിച്ചതെന്നും കർത്താവ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എനിക്ക് ബോധ്യമായി. എൻ്റെ മനസ്സിൽ വളരെ ആശ്വാസവും പ്രത്യാശയും നിറഞ്ഞു. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം മുതൽ എൻ്റെ എല്ലാ സഹനങ്ങളും യേശുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയിൽ സ്വർഗത്തിൻ്റെ കൃപാവരങ്ങളുടെയും പുണ്യങ്ങളുടെയും വിതരണക്കാരിയും സൂക്ഷിപ്പുകാരിയുമായ പരിശുദ്ധ അമ്മയെ എല്ലാ സഹനങ്ങളും ആവശ്യാനുസരണം വിതരണം ചെയ്യപ്പെടുന്നതിനായി ഫലമേൽപ്പിച്ചു. പ്രത്യേകമായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്കും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും, കൂടാതെ വൈദ്യ വിദ്യാർത്ഥിയായ എൻ്റെ മകൻ ജോഷുവയ്ക്ക് വേണ്ടിയും സമർപ്പിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയ സമാധാനവും ആനന്ദവും അനുഭവപ്പെടാൻ തുടങ്ങി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ അഡ്മിറ്റായിരുന്നത് ഒരു കോവിഡ് ഹോസ്പിറ്റലാണ്. അവിടെ പരിചയമുള്ള ഒരു മുഖം പോലുമില്ല. അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ ഭാഷയുടെ പരിമിതികളുണ്ടായിരുന്നു. ആർക്കും പുറത്തുനിന്ന് വരാനോ വിസിറ്റ് ചെയ്യാനോ ഭക്ഷണം കൊണ്ടുവരാനോ ഒന്നും അനുവാദമില്ലായിരുന്നു. ഈ സാഹചര്യത്തിലും കർത്താവ് സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിന് ഹബക്കൂക്ക് പ്രവാചകൻ വഴി ഭക്ഷണം എത്തിച്ചതുപോലെ അത്ഭുതകരമായി കർത്താവ് ഇടപെട്ട് എനിക്ക് ഭക്ഷണം കൊണ്ടുതരാനും എന്നെ വിസിറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും അനേകം മക്കളെ ഒരുക്കി. അതിനിടയിൽ വീട്ടിൽ തനിച്ചായിരുന്ന മക്കൾക്ക് കോവിഡ് സിംറ്റംസ് തുടങ്ങി. ശക്തമായ പനിയായിരുന്നു. ഹസ്ബൻഡ് ഹോട്ടലിൽ ക്വാറൻറ്റൈൻ തുടരുന്നു. അപ്പോഴൊന്നും എനിക്ക് യാതൊരു ഭയമോ ടെൻഷനോ ഒന്നും തോന്നിയില്ല. പരിശുദ്ധ അമ്മയെ മക്കളുടെ സംരക്ഷണത്തിനായി ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഒന്നിനും കുറവില്ലാതെ കർത്താവ് മക്കളുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ അനേകം മക്കളെ ഒരുക്കി. ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും കരുതലുമൊക്കെ നഴ്സസ് മിനിസ്ട്രിയിലെ കൂട്ടുകാരിലൂടെ അനുഭവിച്ചറിഞ്ഞ സമയങ്ങളായിരുന്നു അത്. 23-ാം സങ്കീർത്തനം 4-ാം തിരുവചനം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും
അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരുന്നു. പനിയും ചുമയും കുറയുന്നില്ല. ശ്വാസം മുട്ടൽ തുടങ്ങി, ന്യൂമോണിയ ആയി, ഓക്സിജൻ ലെവൽ കുറയാൻ തുടങ്ങി, ബ്ലഡ് പ്രഷർ കുറഞ്ഞു തുടങ്ങി. മരുന്നുകളൊക്കെ തരുന്നുണ്ടായിരുന്നുവെങ്കിലും ഒന്നും ഫലപ്രദമാകുന്നില്ലായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയും വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ വളരെ ഭയപ്പെട്ടിരുന്നു. എൻ്റെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നു വരാൻ തുടങ്ങി. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരുപക്ഷെ ഇൻറ്റുബേഷൻ, വെൻറ്റിലേറ്ററിലേക്കൊക്കെ ആക്കുമായിരിക്കും. ആ ഇടയ്ക്കാണ് എൻ്റെ കസിൻ ദുബായിൽ കോവിഡ് മൂലം മരണമടഞ്ഞത്. അപ്പോഴൊന്നും എനിക്ക് ഭയമോ ഉത്കണ്ഠയോ തോന്നിയില്ല. കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും സ്നേഹവും അനുഭവിച്ചറിയുകയായിരുന്നു. ആത്മാവിൽ വലിയ ആനന്ദം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം തിരുവചനം. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഈശോയുടെ സാന്നിധ്യം അനുഭവപ്പെട്ട ആ സമയങ്ങളിലെല്ലാം ഞാൻ ഈശോയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഈശോയെ, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ നീ എപ്പോഴാണ് വരുന്നത്? ഞാൻ നിൻ്റെ കൂടെ വരാൻ റെഡിയാണ്. എന്നെ നേരിട്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം കേട്ടോ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇവിടെ തന്നെ പരിഹരിക്കണം. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ സഹനത്തിൽ എന്നെ പങ്കാളിയാക്കിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. സഹനശക്തി ലഭിക്കാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയുമൊക്കെ കൂട്ടുപിടിച്ചു. വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ കൊച്ചു ത്രേസ്യായുമൊക്കെ എങ്ങനെയാണ് യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് സഹിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യേശുവിൻ്റെ സ്നേഹവും സാന്നിധ്യവും ആഴങ്ങളിൽ അനുഭവിച്ചറിഞ്ഞത് ഏറ്റവും കൂടുതൽ സഹനത്തിലൂടെ കടന്നുപോയ സമയങ്ങളിലായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ സമൃദ്ധമായി ഞങ്ങൾ പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. കരുണാമയനും സ്നേഹനിധിയുമായ ഈശോനാഥൻ നമ്മോടുകൂടെ എപ്പോഴുമുണ്ട്. എന്നാൽ സഹനവേളകളിൽ നാം യേശുവിൻ്റെ കരങ്ങളിൽ വഹിക്കപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. യേശുവിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ, യേശു എൻ്റെ കൂടെ നിന്ന് എന്നെ ആശ്വസിപ്പിച്ച ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കട്ടെ. ഒരു രാത്രിയിൽ ശക്തമായ പനിയായിരുന്നു. എനിക്ക് ഇരിക്കുവാനോ കിടക്കുവാനോ ഉറങ്ങുവാനോ കഴിയുമായിരുന്നില്ല. കിടക്കുമ്പോൾ ശക്തമായ പുറംവേദന, ചരിഞ്ഞു കിടക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന അവസ്ഥ, തല കറങ്ങുന്നു. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും ശക്തമായ സാന്നിധ്യം എൻ്റെ കട്ടിലിനരികിൽ അനുഭവപ്പെട്ടു. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ റൂമിലുണ്ടായിരുന്നത്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ നിൻ്റെ മടിയിലാണ് കിടക്കുന്നത്. എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അമ്മയും ഈശോയും കൂടി എൻ്റെ പുറമൊന്ന് തിരുമിത്താ, എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ ഞാൻ ഈശോയുടെ മടിയിൽ കിടന്നു. ഉടനെ ഉറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം എനിക്ക് ആ വേദന പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. വിശുദ്ധ പത്രോസ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 24-ാം തിരുവചനം. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സഹനവേളകളിൽ നമ്മെ തനിച്ചാക്കി മറഞ്ഞിരിക്കുന്നവനല്ല, നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ശക്തിപ്പെടുത്തി ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് എനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം
2 അധ്യായം 24 തിരുവചനം. നമ്മുടെ പാപങ്ങൾ അവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേറി. ഇത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഫോണിലൂടെ പലരും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്രകാരം ഒരു സന്ദേശം അറിയിച്ചു: ഈ നിമിഷം മുതൽ യേശുവിൻ്റെ തിരുരക്തം എൻ്റെ ശരീരത്തിലെ എല്ലാ നാഡീവ്യൂഹങ്ങളിലേക്കും കോശങ്ങളിലേക്കും ഒഴുകിയിറങ്ങുന്നതായും സൗഖ്യം വ്യാപരിക്കുന്നതായും ഈ നിമിഷം മുതൽ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായും വെളിപ്പെടുത്തി. ഈ സന്ദേശം ഞാൻ വിശ്വാസത്തോടെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി അടയാളങ്ങളിലൂടെ എന്നിൽ വെളിപ്പെടാൻ തുടങ്ങി. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി. അതിനു മുമ്പ് എനിക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. വായിൽ കയ്പ്പ് ടേസ്റ്റായിരുന്നു. ഈ പ്രാർത്ഥനയ്ക്കും സന്ദേശത്തിനും ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കുവാനും സാധിച്ചു. എൻ്റെ വായിക്ക് ടേസ്റ്റ് വരാൻ തുടങ്ങി. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി. എൻ്റെ പനിയും ചുമയും ശ്വാസം മുട്ടൽ കുറഞ്ഞു. ഓക്സിജൻ ലെവൽ ഇമ്പ്രൂവായി. എൻ്റെ ആരോഗ്യനില മെച്ചപ്പെടാൻ തുടങ്ങി. കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് നയിച്ചു. പ്രൈസ് ദ ലോർഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 20 തിരുവചനം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് യേശുക്രിസ്തുവിലും സഭയിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിച്ചത് 2 ആഴ്ച ക്വാറൻറ്റൈൻ അനുവദിച്ചു തരണം, ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണമെന്നാണ്. എന്നാൽ എനിക്ക് 1 മാസത്തിൽ കൂടുതൽ ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സഹിക്കുവാനും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ സ്നേഹവും സാന്നിധ്യവും അനുഭവിച്ചറിയാനും എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ സഹനങ്ങളെല്ലാം ഈശോ ഏറ്റെടുത്തുവെന്ന് പിന്നീട് പല മക്കളിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് മാത്രമാണ് എനിക്ക് ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ കൃപയും ശക്തിയും ലഭിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ അധ്വാനങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ആകുലതകൾ എല്ലാം സന്തോഷത്തോടെ യേശുവിടെ പീഡാസഹനങ്ങളോട് ചേർത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്കായും നമ്മുടെ വിശുദ്ധീകരണത്തിനുമായി സമർപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ലഘുവായ പ്രവൃത്തികൾ പോലും ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരുകയും സ്വർഗരാജ്യത്തിൽ വലിയ സമ്മാനത്തിന് നാം അർഹരായി തീരുകയും ചെയ്യും. നമ്മെ വിശുദ്ധീകരിക്കാനായി അനുവദിച്ചു തരുന്ന സഹനങ്ങൾ നമ്മെ വിശുദ്ധീകരിച്ച് യേശുവിൻ്റെ സ്വന്തമാക്കി നിത്യതയിലേക്ക് സ്വർഗീയ കിരീടത്തിന് ഒരുക്കാനായി അനുവദിച്ചു തരുന്ന സഹനങ്ങളിൽ നമ്മെ വെട്ടിയൊരുക്കി ഉന്നതമായ കൃപയിലേക്കും അഭിഷേകത്തിലേക്കും നയിക്കാനായി അനുവദിച്ചു തരുന്ന സഹനങ്ങളിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ആയിരിക്കുവാനും ഈശോയുടെ രക്ഷയെ കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ വസിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26 അധ്യായം 3 തിരുവചനം. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇത് എങ്ങനെയാണ് നമുക്ക് യേശുവിൽ വസിക്കാൻ സാധിക്കുക? യേശുവുമായി വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്നതിലൂടെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം
15-ാം അധ്യായം 10-ാം തിരുവചനം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, ലൗകിക മോഹങ്ങളിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നാം എത്രമാത്രം വില കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ അതനുസരിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ ഐക്യപ്പെടുവാനും നിലനിൽക്കുന്ന സമാധാനവും ആനന്ദവും അനുഭവിച്ചറിയാൻ സാധിക്കും. ആഴമായ വിശ്വാസത്തോടും ആശ്രയബോധത്തോടും കൂടി നിരന്തരമായ പ്രാർത്ഥനയിലൂടെ കൗദാശിക ജീവിതത്തിലൂടെ യേശുവിൻ്റെ വചനമനുസരിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായി നാം ജീവിക്കുമ്പോൾ യേശുവുമായി ഐക്യപ്പെടുകയും യേശുവിൽ നമ്മിൽ വസിക്കുകയും ചെയ്യും. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവചനം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് യേശുവാവുന്ന മുന്തിരി ചെടിയോട് ചേർന്ന് ശാഖകൾ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഏത് പ്രതിസന്ധികളിലും ദുരിതങ്ങളിലും യേശുവിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യഫലങ്ങളായ സ്നേഹവും സമാധാനവും ആനന്ദവും അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുവാനും സാധിക്കും. അതുവഴി നമ്മൾ യേശുവിൻ്റെ ശിഷ്യരായി തീരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് കാരുണ്യവാനും സ്നേഹനിധിയുമാണ്. അവിടുത്തെ കാരുണ്യം അസ്തമിക്കുന്നില്ല, അവിടുത്തെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. കർത്താവ് നമ്മോട് കൂടെ എപ്പോഴും കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഈ ആഴമായ ബോധ്യം നമ്മുടെ മനസ്സുകളിൽ പതിയട്ടെ. കർത്താവ് നൽകുന്ന ഈ സമാധാനവും സന്തോഷവും ആനന്ദവും ലോകത്തിൽ ഒരു വ്യക്തികളിൽ നിന്നോ ഒരു വസ്തുക്കളിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ നമുക്ക് ലഭിക്കുകയില്ല. ഏത് പ്രതിസന്ധികളോ മഹാമാരിയോ തകർച്ചകളോ മരണമോ വന്നിടട്ടെ, നമ്മൾ ഒരിക്കലും പതറരുത്, അധീരരാകരുത്, ഭയപ്പെടുകരുത്. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ രോഗപീഠകളിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുമായി ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളിൽ മനസ്സ് തളർന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ട് ശാരീരികവും മാനസികവുമായി വേദനിക്കുന്ന നമ്മുടെ കരങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ രോഗികളിലേക്കും യേശുവിൻ്റെ നിലനിൽക്കുന്ന ഈ സമാധാനവും സമാശ്വാസവും സ്നേഹവും പകർന്നു കൊടുക്കുവാൻ കടപ്പെട്ടവരാണല്ലോ നാം ഓരോരുത്തരും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ ഓരോ നേഴ്സിൻ്റെയും സ്നേഹ സാമീപ്യത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ രോഗികളുടെയും നമ്മളുമായി ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ആത്മരക്ഷയാണല്ലോ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഹ്രസ്വ ജീവിതം യേശുവിനായി സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ
നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ. വചനം ഇപ്രകാരം ഓർപ്പിക്കുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം തിരുവചനം. ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര പതിച്ചിരിക്കുന്നു. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിൻ്റെ മേലും പിതാവായ ദൈവത്തിൻ്റെ ഈ അംഗീകാരമുദ്ര പതിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ശക്തമായ ഉപകരണങ്ങളായി ഓരോരുത്തരും രൂപാന്തരപ്പെടട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തിൻ്റെയും മേൽ പിതാവായ ദൈവത്തിൻ്റെ ഈ അംഗീകാരമുദ്ര പരിശുദ്ധാത്മ ശക്തിയാൽ പതിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ശക്തമായ ഉപകരണങ്ങളായി ഓരോരുത്തരും രൂപാന്തരപ്പെടട്ടെ. സമാധാനം തന്നെയായ കർത്താവ് എല്ലായ്പ്പോഴും എക്കാലത്തും സമാധാനം നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേ പിതാവിൻ്റെയും സ്വർഗം മുഴുവൻ്റെയും സാന്നിധ്യവും സഹായവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നമ്മോട് പങ്കുവച്ച ഈ നേഴ്സിനെ ഓർത്ത് നമുക്ക് ഈശോയുടെ നന്ദി പറയാം. സങ്കീർത്തനങ്ങൾ 118:8 ഇപ്രകാരം പറയുന്നു: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഈ കൊറോണ മഹാമാരിയുടെ നടുവിൽ ഈശോയെ മുറുകെ പിടിച്ച് നാം ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്ക് അവിടുത്തെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള ഓരോ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമീൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.